ഓണമൊക്കെ അല്ലേ, നമുക്കിന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരി. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആവശ്യത്തിന് കടുക്, നല്ല ജീരകം, കുറച്ച് വേപ്പില, ഇത് പഞ്ചസാരയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/2 ടീസ്പൂൺ നമുക്ക് അരയ്ക്കാനും 1/2 ടീസ്പൂൺ നമ്മൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഇടാനും. പിന്നെ 2 പച്ചമുളക്, 1 ഉള്ളി, 1 വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് തൈര്. ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത തൈരാണ്. ആവശ്യത്തിന് മുളക് പൊടി, ഇതും നമുക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്കൊരു ഇച്ചിരി റെഡ്നെസ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് താളിച്ചൊഴിക്കാൻ ആവശ്യത്തിന് ഉണക്കമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്, പൈനാപ്പിൾ, പിന്നെ ഫൈനലി നമുക്ക് വെള്ളം. നമുക്കൊരു ചട്ടി വെച്ച് ആദ്യം സിമ്മിലിട്ടിട്ട് നമുക്ക് ഇത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം പൈനാപ്പിൾ, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു ജസ്റ്റ് ഒരു പിഞ്ച് ഇടുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ 2 പച്ചമുളക് ഇടണം. ഞാനിത് നടുവേ കീറി ഇതിലേക്ക് ഇടുക. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വേപ്പില കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വെള്ളം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി, ചിലർക്ക് നല്ല കുറുകിയ പുളിശ്ശേരി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. ഞാൻ ഒഴിച്ചിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പം വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിനി വേഗം കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം 1 കപ്പ് തേങ്ങ ചെറിയ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 വേപ്പില ഇടുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം മുളക്, പിന്നെ സ്വല്പം ജീരകം. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സ്വല്പമേ ചേർക്കുന്നു. ഇനി ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേ ആദ്യം ഒഴിക്കരുത്, ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് അരയുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെയും ചേർക്കാം. ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇടുന്നതിന് മുമ്പ് നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. ഞാൻ പൈനാപ്പിൾ ഏതാണ്ട് വെന്തിട്ടുണ്ട്, നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് ട്രാൻസ്പെറൻറ്റ് പോലെ വരും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ കുത്തുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. നമുക്ക് ഇത് ഞാനിപ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലുണ്ടാക്കാം. സെയിം ഇൻഗ്രീഡിയൻസ് ഇതേ വെള്ളം കുക്കറിലിട്ട് ഒരു 2 വിസിലാകുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ അരപ്പ് ഈ ഒരു ബൗളിലേക്ക് മാറ്റുവാണേ. ഞാൻ സാധാരണ ചെയ്യാറ്, ഞാൻ ഈ പൈനാപ്പിൾ വെന്ത കഷ്ണങ്ങൾ ഒരു കുറച്ച് മിക്സിയിലടിച്ച് ഇതിലേക്ക് ചേർക്കാറുണ്ട്, കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ആ സെയിം തേങ്ങ അടിച്ച മിക്സിയിൽ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് ബാക്കിയുള്ള ഈ തേങ്ങയുടെ നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. വറ പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ തൈര് കൂടെ ഇതിലേക്ക് ചേർക്കാം. തൈര് അടിച്ചിട്ട് ചേർത്തിട്ടില്ലെങ്കിൽ മിക്സിയിൽ കട്ട കുത്തി കിടക്കും. ഏതാണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. നമുക്ക് വറ പൊട്ടിച്ച് വയ്ക്കാം. ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇടുന്നത് ആദ്യം വേപ്പില, ഒരു 2 ഉണക്കമുളക്, പിന്നെ അരിഞ്ഞു വെച്ച ഒരു ഉള്ളി. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോളൂ. തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, കുറച്ച് മുളക് പൊടി അതൊന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടി കരിയുന്നതിന് മുമ്പ് നമുക്കിത് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.